2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി നടൻ വിജയ് താൻ പ്രഖ്യാപിച്ച പാർട്ടിയുടെ പ്രചാരണം അതിവേഗത്തിലാക്കുകയാണ്. തമിഴ്നാട്ടിലെ എല്ലായിടത്തും അദ്ദേഹം വലിയ ക്യാമ്പയിൻ റോഡ് ഷോകൾ സംഘടിപ്പിക്കുന്നു. അതിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നു. സിനിമാ സ്റ്റൈലിൽ തന്നെ അദ്ദേഹം എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നു, ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു. ഏതാണ്ടൊരു ടിപ്പിക്കൽ തമിഴ് സിനിമാ സ്വഭാവത്തിലുള്ള ഡയലോഗ് സ്വഭാവത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. അതിന് ആളുകൾ കൈയടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ PR സംവിധാനം അതിൻ്റെ ഹെലികാം ഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളും റീലുകളും ലോകമാകെ പ്രസരിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വിജയുടെ നേതൃത്വത്തിൽ വലിയൊരു രാഷ്ട്രീയ ആവേശം ഇതാ തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വരുന്നു. അത് BJPക്കും DMKയ്ക്കും എതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണെന്നൊക്കെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതൊരു കേവലമായ ആരാധക കൂട്ടം മാത്രമാണെന്നും അതിന് രാഷ്ട്രീയമായ അടിത്തറയില്ലെന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കൃത്യമായൊരു മെക്കാനിസം ഇല്ലെന്നും അതിന് പ്രത്യയശാസ്ത്രപരമായ പിൻബലമില്ലെന്നും ആൾക്കൂട്ടം വന്നു കൊഴിഞ്ഞു പോകുമെന്നും നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. ആ ആൾക്കൂട്ടത്തിന് ചിട്ടയില്ല, ആ ആൾക്കൂട്ടത്തിന് രാഷ്ട്രീയത്തിന്റെ പിൻബലമില്ല. അത് പലതരത്തിലുള്ള അപകടമുണ്ടാക്കുമെന്ന് നേരത്തെ പ്രവചിക്കപ്പെട്ടതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വശം നാം കണ്ടു. ഇന്നലെ കരൂരിൽ അവിടെ എത്ര പേർക്കാണോ കപ്പാസിറ്റി ഉള്ളത് അതിൻ്റെ 10 ഇരട്ടി ആളുകൾ അവിടേക്ക് വരുന്നു. 6 മണിക്കൂർ കാത്തിരുന്ന നേരവും നേതാവെന്ന് പറയാൻ പാടില്ല, താര നേതാവ് വന്നെത്തിയില്ല. അസ്വസ്ഥരായ ജനക്കൂട്ടം വലിയ തിരക്കിൻ്റെ ആധിക്യത്തിലേക്ക് വന്നു മറിഞ്ഞു വീണു. 40 പേർ കൊല്ലപ്പെട്ടു. അതിൽ കുഞ്ഞുങ്ങൾ പോലുമുണ്ട്. അവർ പ്രിയപ്പെട്ട താരത്തെ കാണാൻ വന്നവരാണ്. ഇത്രയധികം ആളുകൾ വന്നാൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, അവർക്ക് എങ്ങനെ സൗകര്യമൊരുക്കണമെന്ന്, തിരക്കും സ്റ്റാമ്പേഡും ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന ഒരു ആസൂത്രണവും വിജയുടെ PR കമ്പനിക്ക് ഉണ്ടായില്ല എന്ന് വേണം വിചാരിക്കാൻ. അപകടമുണ്ടായതിൻ്റെ അടുത്ത നിമിഷം 3-4 വെള്ളക്കുപ്പികൾ ഹതാശരായ മനുഷ്യരുടെ നേരെ എറിഞ്ഞുകൊടുത്ത് വിജയ് ചെന്നൈയിലേക്ക് വിമാനം പറന്നുപോയി. ഇപ്പോഴും അദ്ദേഹം പരിക്കേറ്റവരെയോ മരിച്ചവരുടെ വീഡിയോ സന്ദർശിക്കാൻ വന്നതായി വിവരമില്ല. ട്വീറ്റിൽ ഇംഗ്ലീഷിൽ നീണ്ട കുറിപ്പുകൾ എഴുതി വച്ചിട്ടുണ്ട്. ഇനി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും സഹായം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണോ ഉത്തരവാദിത്ത രാഷ്ട്രീയ പ്രവർത്തനം? സിനിമാ സ്ക്രീനിൽ വലിയ തോതിൽ ഒരു ഗ്രാമത്തെയാകെ, നാടിനെയാകെ, ഇന്ത്യയാകെ രക്ഷപ്പെടുത്തുന്ന നായകരൂപമായിട്ടാണ് നമുക്ക് വിജയെ പരിചയം. പക്ഷെ സ്വന്തം അനുഭവത്തിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയേണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ചെന്നൈയിലേക്ക് വിമാനത്തിൽ ഓടിപ്പറന്നുപോയോ? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അപകടമുണ്ടാകുമ്പോൾ, സങ്കീർണതകൾ രൂപപ്പെടുമ്പോൾ അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മികവടയാളപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദിക. പക്ഷേ ഇവിടെ തൻ്റെ സിനിമാ സ്ക്രിപ്റ്റുകൾക്ക് സമാനമായ പ്രസംഗങ്ങളല്ലാതെ അടിത്തട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പണിയെടുക്കാനുള്ള കരുത്ത് ഇനിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിജയ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. പ്രസംഗമല്ല, കവലപ്രസംഗത്തിലെ കയ്യടികളല്ല ഒരു രാഷ്ട്രീയ നേതാവിനെ നിർണ്ണയിക്കുന്നത് എന്ന് തമിഴ്നാടിനെ പഠിപ്പിക്കുന്നുണ്ടോ കരൂരിലെ ഈ അങ്ങേയറ്റം സങ്കടകരമായ അപകടം? ഈ തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയുമായി തമിഴ്നാട്ടിൽ എന്ത് വിപ്ലവം ഉണ്ടാക്കാനാണ് പോകുന്നത് ഇപ്പോൾ വിജയ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ എന്താണ്? ആരെയാണ് അദ്ദേഹം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ ധാരയ്ക്കാണ്, ആർക്കാണ് വിജയുടെ ഈ മൂവ്മെന്റിനെ വേണ്ടത്? ഈ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിന് മുമ്പ് കരൂരിൽ വിജയുടെ പരിപാടിക്കിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ചിലത് പുറത്തു വന്നിരിക്കുന്നു. ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് വീണ് കിടക്കുമ്പോഴും വിജയ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടരുന്നതാണ് ഒരു ദൃശ്യം. കരൂരിലേക്ക് വരുന്നതിനിടെ വിജയുടെ വാഹനത്തെ പിന്തുടർന്ന് യുവാക്കൾ അപകടത്തിൽപ്പെടുന്നതാണ് രണ്ടാമത്തേത്. രണ്ടും കാണാം. സാജിദ് അജ്മലിനോടൊപ്പം. സാജിദ്, ഈ അപകടമുണ്ടാവുന്ന ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു സംവിധാനം പോലും വിജയുടെ ഈ പരിപാടി ആസൂത്രകർക്കുണ്ടായിരുന്നില്ല. അപകടത്തിന്റെ ഒരു വ്യാപ്തി പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇത് കാണുമ്പോൾ?
നിഷാദ്, തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ആളുകൾ അവിടെ വീണ് കിടക്കുകയാണ്. ഒരു പക്ഷേ അവർ മരിച്ചിരിക്കാം, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളായിരിക്കാം. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ വിജയ് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആദ്യമായാണ് ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വരുന്നത്. ഈ വിജയ് പിന്നീട് ആളുകൾക്ക് ഈ ഗുരുതരമായി പരിക്കേൽക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്തതിന് പിന്നാലെ ഈ ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു. അത് വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. ഇവിടെ അപകടമുണ്ടായ ശേഷവും അത് മനസ്സിലാക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അത് ഗൗനിക്കാതെ പ്രസംഗം തുടരുന്ന വിജയെ കൂടി നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയാണ്. എൻ്റെ കൂടി ശ്രീ സുന്ദർദാസ് മാധ്യമപ്രവർത്തകൻ, ശ്രീ വി ആർ അനൂപ് കോൺഗ്രസ് നേതാവ്, ലാൽകുമാർ നിരീക്ഷകൻ, ശ്രീ ഷാഫി വിജയ് ഫാൻസ് അസോസിയേഷൻ്റെ പ്രതിനിധി എന്നിവരാണ് ഉള്ളത് ഈ ചർച്ചയിൽ. ആദ്യം ശ്രീ സുന്ദർദാസ്, ഈ ഒരു സങ്കീർണത ഉണ്ടാകുമ്പോൾ നോക്കൂ, ഞാൻ നിങ്ങളെ ആകെ രക്ഷിച്ചു കളയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് രംഗപ്രവേശം ചെയ്യുന്നത് എന്ന് നാം കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ തമിഴ്നാട് ആകെയും കുഴപ്പമാണ്, ഞാൻ കപട വാഗ്ദാനങ്ങൾ നൽകുന്ന ആളല്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു എന്ന് എല്ലായിടത്തും പ്രസംഗിക്കുന്നു. ഇവിടെ ഒരു സങ്കീർണ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ജനം അവരുടെ ജീവന് വേണ്ടിയും രക്ഷയ്ക്കും വേണ്ടിയും നിലവിളിക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത ഒരാൾ അയാൾ രാഷ്ട്രീയമായി പരാജയപ്പെടുന്നതിൻ്റെ തത്സമയ കാഴ്ചയാണോ നമ്മൾ ഇന്നലെ കണ്ടത്? വാസ്തവത്തിൽ വിജയിൻ്റെ ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെയും വിജയിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒക്കെ വളരെ വ്യക്തമായി കാണുന്ന ഒരു പ്രശ്നം, ആൾക്കൂട്ടമാണ് പാർട്ടി എന്ന്, ഒരു രാഷ്ട്രീയ കക്ഷി എന്ന ആൾക്കൂട്ടമാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അത് ഇന്നലത്തോടുകൂടി അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവും. താൻ ചെല്ലുന്നതിലൊക്കെ വൻ ജനക്കൂട്ടം ഉണ്ടാകുന്നു, ഈ ജനക്കൂട്ടമൊക്കെ വോട്ടായി മാറും, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും, അധികാരത്തിൽ വരും എന്നൊക്കെ ആണ് അദ്ദേഹം സങ്കല്പിച്ചു വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടായിരിക്കണം, ആൾക്കൂട്ടമല്ല പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടിക്കൊരു ഘടനയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ആ പാർട്ടിക്കൊരു സംഘടനാ സംവിധാനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ പറഞ്ഞ അപകടമൊന്നും ഉണ്ടാവില്ല. ഏത് സ്ഥലത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവരണോ അതേ സ്ഥലത്തെ ഭാരവാഹികളെ ആൾക്കാരെ കൊണ്ടുവരുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്നുണ്ടാവും. പക്ഷേ വിജയിൻ്റെ പാർട്ടി ഇതുവരെയും ഒരാൾക്കൂട്ടം മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള സിനിമാ താരങ്ങളായി വന്നപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ MGR കാലം മുതൽക്ക് വലിയ വലിയ സിനിമാ താരങ്ങൾ രാഷ്ട്രീയക്കാരായിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം സ്ഥാനം. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ വിമർശിച്ചവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എങ്ങനെ MGR മുഖ്യമന്ത്രിയായി, എങ്ങനെ NTR മുഖ്യമന്ത്രിയായി, അവരൊക്കെ സിനിമാ താരങ്ങളായിരുന്നില്ലേ, ഞാനും ആ നിലയിൽ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, MGRും NTRും വളരെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയ ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഈ സ്വന്തം പാർട്ടി രൂപീകരണത്തിലേക്ക് വന്നിട്ടുള്ളത്. MGR ഒക്കെ വളരെ ചെറുപ്പകാലം ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് അദ്ദേഹം DMKയിൽ പ്രവർത്തിച്ചു. അങ്ങനെ DMKയുടെ തന്നെ നിയമസഭാ അംഗമായി. അങ്ങനെയൊക്കെ ദീർഘകാലം പ്രവർത്തിച്ച രാഷ്ട്രീയ പരിചയമാണ് അദ്ദേഹത്തിന് സുപ്രഭാതത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ പാർട്ടിയിലെ പൂർണ്ണമായ പാർട്ടി സംവിധാനം അദ്ദേഹം ആ പാർട്ടി പേര് പ്രഖ്യാപിച്ചത് തന്നെ ഉണ്ടായിരുന്നു. കാരണം ആ DMKയെ നെടുകെ പളർത്തിയിട്ടാണ് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കിയത്. NTRൻ്റെ കാര്യം എടുത്തുള്ളൂ. NTR വളരെ കാലം ഈ തൻ്റെ സിനിമയിലൂടെ ജനങ്ങളുടെ രക്ഷകൻ എന്നുള്ള ബോധ്യം, അദ്ദേഹം ശ്രീരാമനായും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനായിട്ടും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു സ്ക്രീൻ ഇമേജ് ഉണ്ട്. അത് 1-2 വർഷം കൊണ്ട് ഉണ്ടാക്കിയതല്ല, അനേക വർഷങ്ങളായിട്ട്. എന്നിട്ട് തന്നെ അദ്ദേഹം സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ചില സിനിമകളൊക്കെ വളരെ ബോധപൂർവം തൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉണ്ടാക്കി അങ്ങനെ വന്ന ഒരാളാണ് NTR. ഈ നിലയിലല്ല ഇപ്പോൾ വിജയ് വന്നിട്ടില്ല. വിജയ് വിചാരിച്ച വിജയിന് ഈ രംഗത്തേക്ക് വരുമ്പോൾ, രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ച ഉടനെ അദ്ദേഹം ഈ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് അദ്ദേഹം യുവാക്കളെ, വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അങ്ങനെ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും പ്രശ്നം, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ, അവരുടെ ജോലിയുടെ കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോൾ, മറ്റ് രാഷ്ട്രീയക്കാരൊന്നും പറയാത്ത രൂപത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞപ്പോൾ യുവാക്കളുടെ ഒരു വലിയ സംഘം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊന്നും ഒരു പാർട്ടി ഉണ്ടാക്കാൻ പര്യാപ്തമല്ല. ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തെ ഒരിക്കലും വോട്ടാക്കി മാറ്റാൻ പറ്റില്ല. ഈ ആൾക്കൂട്ടത്തിനെ വോട്ടാക്കി മാറ്റാൻ പറ്റില്ല, രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പിനെ വിജയം വരിക്കാൻ പറ്റില്ല എന്നൊക്കെ വിജയകാന്തിനെ തെളിച്ചിട്ടുണ്ട്.
ഇതേ അവസ്ഥയായിരുന്നു വിജയകാന്ത് ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ. വലിയ ജനക്കൂട്ടം എല്ലാ ദിക്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും സീറ്റ് ഇല്ല. 10-18 സീറ്റ് കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നീട് അതിലും അദ്ദേഹത്തിന് കുറവായുണ്ടായി. അദ്ദേഹത്തിന് ഉണ്ടായതെന്താണ്? ആ സിനിമ നടൻ എന്ന നിലയ്ക്ക്, താരം എന്ന നിലയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കുന്ന പണവും അതുപോലെ തന്നെ പ്രശസ്തിയുടെയൊക്കെ വലിയൊരു ഭാഗം അദ്ദേഹത്തിന്. അല്ല സുന്ദർദാസ്, ഞാൻ ചോദിക്കുക ഇന്നലത്തെ അപകടത്തെ കുറിച്ചാണ്. ഇപ്പൊ വിജയ്, രക്ഷകനായ വിജയ്, എല്ലാ വിഷയത്തിലും ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നിൽക്കുന്ന വിജയ്, ഞാൻ ഉങ്കൾ വിജയ്, നിങ്ങളുടെ അൻപ് സഹോദരൻ, അൻപ് മകൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പാട്ടുകൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ ആളുകൾ മരിച്ചു വീഴുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗം തുടരുന്നു. മനുഷ്യർ ഇങ്ങനെ 10,000-കണക്കിന് മനുഷ്യർ വീർപ്പ് മുട്ടുമ്പോൾ അദ്ദേഹം 1-2 കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നു. പ്രശ്നം കലുഷമാകുമ്പോൾ പരിപാടി നിർത്തി അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുന്നു. ഇപ്പോഴും അദ്ദേഹം ഗ്രൗണ്ടിൽ ആക്റ്റീവായി ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇയാളുടെ പ്രസംഗവും ഈ പറയുന്ന മാസ് ഡയലോഗ് പാട്ടൊന്നുമല്ല ഈ കക്ഷിക്ക് ഈ പണി പറ്റിയതല്ല എന്ന തിരിച്ചറിവിലേക്ക് തമിഴ് മനുഷ്യരെ കൊണ്ടുപോകുമോ? ഇന്നലത്തെ ഇൻസിഡന്റ് ചോദിക്കായിരുന്നു ഞാൻ. ഇന്നലത്തെ സംഭവത്തിൽ വിജയന് വലിയ വീഴ്ച പറ്റി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും, അദ്ദേഹത്തിന് അനുയായികൾ മനസ്സിലാക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു സംഘടന സംവിധാനമില്ലാതെ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ വേറെ വരുമ്പോൾ DMKയുടെ ഒരു യോഗത്തിൽ ഇങ്ങനെ ഒരു പൊതുയോഗത്തിൽ ഇങ്ങനെ MGR ഒക്കെ പങ്കെടുത്തപ്പോൾ ഇതിൽ വരെ ജനക്കൂട്ടത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. MGRൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഞാൻ അവിടെ ആ കാലത്ത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തൊക്കെ കണ്ടു. ഇതിലേറെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം ചെല്ലുന്ന ദിക്കിലൊക്കെ. പക്ഷെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയ എനിക്ക് ആൾക്കാരുണ്ട്. വിജയ് എന്ന് പറഞ്ഞാൽ ഒരാളെ കേന്ദ്രീകരിച്ചിട്ടൊരു പാർട്ടി ഉണ്ടാക്കുക, അയാൾ മാത്രം എല്ലാ ദിക്കിലും അയാളെ മാത്രം പ്രൊജക്ട് ചെയ്യുക, അയാളല്ലാതെ വേറെ ആരെയും ഒരു പ്രത്യയശാസ്ത്രവും ഒരു സംഘടനാ സംവിധാനവും ആൾക്കൂട്ടം സ്വാഭാവികമാണ്. അപ്പൊ അത് നമ്മൾ കാണുന്നു എന്ന നിരാശ അതിനകത്തുണ്ട്. വിജയ് ഫാൻസിന്റെ പ്രതിനിധി ഷാഫി എന്നോടെ ഉണ്ട്. ഷാഫി, ഉങ്കൾ അൻപ് സഹോദരൻ എവിടെ ഇപ്പോ? ഹലോ ഷാഫി, കേൾക്കുന്നു? കേൾക്കുന്നുണ്ട്, പറയൂ സാർ. അല്ല, എവിടെ ഈ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്ന് ഈ മാസ് ഡയലോഗ് അടിക്കുന്ന വിജയ് എവിടെയാണ് ഇപ്പോൾ? അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അതോ എവിടെയാണ്? സാർ ഇപ്പോഴും നമ്മളെ കൂടെ കട്ടയ്ക്ക് തന്നെ ഉണ്ട് സാർ. ഇപ്പം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, നോക്കൂ, അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടുത്തെ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞു. എല്ലാ മന്ത്രിമാരും വന്നു. അവിടുത്തെ MP ഓടിപ്പടച്ച് വന്നു. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്ന അവിടുത്തെ DMKയുടെ രാഷ്ട്രീയക്കാരാണ്. നിങ്ങളുടെ ആൾക്കാരെവിടെ? നിങ്ങളുടെ ചീഫ് എവിടെ? ഇപ്പോഴല്ലേ ജനങ്ങളുടെ കൂടെ നിൽക്കട്ടെ, ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ. അല്ലാതെ ഡയലോഗ് പ്രസംഗിക്കാൻ ആർക്കും പറ്റുമല്ലോ സാർ. ജനങ്ങളുടെ കൂടെ നമ്മൾ TVKയുടെ TVKയുടെ കൂടെ ജനങ്ങളോട് TVKയുടെ എല്ലാ പ്രതിനിധികളും ഉണ്ട് സാർ അവിടെ. ഞാൻ ചോദിക്കുന്നത് അതല്ല, TVKയുടെ പ്രവർത്തകരുണ്ടാവും. അവിടെ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വിമർശിക്കുന്ന, നിങ്ങൾ കൊള്ളാത്തവൻ എന്ന് വിളിക്കുന്ന സ്റ്റാലിൻ അവിടെ ഉണ്ട്. സ്റ്റാലിനെ വിമർശിക്കുന്ന വിജയ് അവിടെ? സാർ സ്റ്റാലിൻ അവിടെ ഉണ്ട്. സോറി, ഹലോ. സ്റ്റാലിനാണല്ലോ കൊള്ളുകയില്ല, സ്റ്റാലിനെയാണ് മാറ്റേണ്ടത്, സ്റ്റാലിനാണ് ജനങ്ങളുടെ കൂടെ ഇല്ല എന്നീ വിജയ് വിമർശിക്കുന്നത്. സ്റ്റാലിൻ അവിടെ ഗ്രൗണ്ടിലുണ്ട്, പണിയെടുക്കുന്നുണ്ട്. വിജയ് അവിടെ വീട്ടിലിരിക്കുക. ഷാഫി കേൾക്കുന്നുണ്ടോ? ഹലോ ഷാഫി കേൾക്കുന്നുണ്ടോ? ഞാൻ വരാമേ ഷാഫി. അല്ല ഷാഫി, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ഈ സ്റ്റാലിനാണ് കുഴപ്പക്കാരൻ, സ്റ്റാലിൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളല്ല എന്നാണ്. പക്ഷെ സ്റ്റാലിൻ ഇപ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളുടെ മുതലാളി വേറെ എവിടെ ഇരിക്കുകയും ചെയ്യുകയാണ്. അതെന്താണ് അങ്ങനെ? സാർ, ഞങ്ങളെ മുതലാളി ജനങ്ങളുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് സാർ. വീട്ടിലാണ് ജനങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത് ഇതുവരേക്കും. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഷാഫി എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങളൊരു സിനിമ ആരാധകനാണ്, വിജയ് ഫാനാണ്. പക്ഷെ രാഷ്ട്രീയം വേറെ പണിയല്ലേ ഷാഫി? മനുഷ്യർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ മുണ്ടും മടക്കി കുത്തി ഇറങ്ങി ചെളിയിൽ നിൽക്കുന്ന പണിക്കാണ് രാഷ്ട്രീയം എന്ന് പറയുക. അല്ലാതെ ഈ പറയുന്ന 12 അടി പൊക്കമുള്ള സ്റ്റേജിൽ കയറി നിന്ന് ഡയലോഗ് അടിക്കുന്ന നല്ല രാഷ്ട്രീയം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇറങ്ങി വരിക എന്നുള്ള പണിയെടുക്കാൻ വിജയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പണിക്ക് പറ്റാത്ത ആളെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഒന്ന് വരാമേ. ശ്രീ ലാൽകുമാർ, നോക്കൂ, ഇവിടെ വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദമുണ്ട്. രജനീകാന്തും അദ്ദേഹമാണ്, അല്ല രജനീകാന്തിന് ശേഷം ഒരുപക്ഷെ രജനീകാന്തിനേക്കാൾ കൂടുതൽ വലിയ ആരാധക വൃന്ദം എന്നുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അപ്പോൾ അതിനെ ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹം ആലോചിക്കുന്നു, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അതുവരെ ഓക്കെ. പക്ഷെ ഇറങ്ങാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും
അതിന് പറ്റുന്ന ഒരു മുദ്രാവാക്യവുമൊന്നും ഇല്ലാതെ ഓടിപ്പിടച്ചിറങ്ങി വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യനെയാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ സ്വാഭാവിക ദുരന്തങ്ങളെ നാം അനുഭവിച്ചു തുടങ്ങുന്നതാണോ ലാൽകുമാർ? നിശ്ചയമായി. നോക്കൂ, ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിലും ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം. നോക്കൂ, ഏത് പൊളിറ്റിക്കൽ പാർട്ടി എടുത്താലും കോൺഗ്രസ്, CPM, ഇങ്ങനെയുള്ള പാർട്ടികൾ, DMK, ഇവർക്കൊക്കെ അവർക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ഫാൻസ് അസോസിയേഷൻ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പൊതുപ്രവർത്തനം ഏത് പാർട്ടി വേണേ എടുത്തോളൂ, ഈ രാജ്യത്തെ ഏത് പാർട്ടി വേണേ എടുത്തോളൂ, അവർക്ക് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഒരു അവസരം, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഓടിയെത്തുക എന്നുള്ളത് അത് അവർ പ്രാഥമികമായി കാണുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ല, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ പോലും ഒരു ദുരന്തം വന്നാൽ ഓടിച്ചെല്ലുന്നവരാണ് ഈ പൊതുപ്രവർത്തകരെല്ലാം. അത് നമ്മുടെ ഒരു രീതിയാണ്. നോക്കൂ, എത്ര ഉത്തരവാദിത്തരഹിതമായിട്ടാണ് അദ്ദേഹം ഓടിപ്പോയത്. അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി നോക്കി, അദ്ദേഹം ഒരു വിമാനത്തെ കയറി എതുവഴിയൊക്കെയോ പോയി, അല്ലേ? ഇതിനകത്ത് ഞാൻ മുമ്പ് ഒരു ചർച്ചയ്ക്ക് പറഞ്ഞത് കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം ഇറ്റ് മേ റീച്ച് ഡിഫറെൻറ്റ് ഓഡിയൻസ്. അതുകൊണ്ടാണ്. നോക്കൂ, 7-8 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ മനുഷ്യൻ അവിടെ ചെന്നിരിക്കുന്നത്, അല്ലേ? നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം 8 മണിക്കൂറോ 9 മണിക്കൂറോ മറ്റോ ലേറ്റ് ആയിട്ടാണ് ഇയാൾ ചെന്നിരിക്കുന്നത്. ഈ രാജ്യത്ത് ഏറ്റവും തിരക്കുള്ള രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ തിരക്കുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ വിളിക്കാം. പ്രധാനമന്ത്രി നമുക്ക് ഏറ്റവും ഒരു കാരണവശാലും ഒരു പോയിന്റിൽ പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് പ്രധാനമന്ത്രി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും സംശയം ഉണ്ടാകത്തില്ല. അത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും സംശയം ഉണ്ടാകത്തില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് 10 മണിക്കൂർ വൈകി എത്തിയതായി നിഷാദ് കേട്ടിട്ടുണ്ടോ? നമ്മൾ 2014 തൊട്ടാണല്ലോ നിങ്ങൾ നരേന്ദ്രമോദിയെ കാണുന്നത്, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട്. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ 10 വർഷത്തിന് മേളിലുള്ള കരിയറിനകത്ത് അദ്ദേഹം എപ്പോഴെങ്കിലും ലേറ്റായി ഇത്ര സമയം ലേറ്റായി നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നോക്കൂ. രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് 10 മണിക്കൂറും 8 മണിക്കൂറും ലേറ്റായി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ ഈ കാലത്ത് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഇയാൾ ഡെലിബറേറ്റ് ആയിട്ട് ഡിലേ ചെയ്തതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ പറയുന്ന ഹീറോയിസം കാണിക്കാൻ ഇദ്ദേഹത്തെ നോക്കി നിൽക്കുന്നവർ ഇത്ര പേര്, ആൾക്കൂട്ടം ഇദ്ദേഹത്തെ നോക്കി ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും നോക്കൂ എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാനായിട്ടുള്ള ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ്, ഒരു ഡെലിബറേറ്റ് ഡിലേ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യത്തോട് അദ്ദേഹം വിശദീകരിക്കണം എന്തുകൊണ്ട് അദ്ദേഹം ഡിലേ ആയി. ഇത്ര ഡിലേ ആകാൻ ഈ ഫംഗ്ഷൻ അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തതിൽ നിന്ന് ലേറ്റായിട്ട് ചെല്ലുന്നതിന് ഈ ആൾക്കാർക്ക് വെള്ളമില്ലാതെ കഴിക്കാനൊന്നുമില്ലാതെ കുഞ്ഞുങ്ങളടക്കമുള്ള ആൾക്കാർ അവിടെ നിന്നെങ്കിൽ അതിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ അദ്ദേഹം എവിടെയായിരുന്നു എന്ന് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതുവരെ അദ്ദേഹം വിശദീകരിക്കത്തില്ല. കാര്യം അവിടെ ഒരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ നിശ്ചയമായി പറയുന്നത് അത് അദ്ദേഹം ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. അദ്ദേഹം ലേറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകത്തില്ല, ആൾക്കാർ വീക്ക് ആകത്തില്ല. 8-10 മണിക്കൂർ തമിഴ്നാട്ടിലെ വെയിലത്ത് നിൽക്കുവാണ്. നമ്മൾ എന്തു ഈ പറയുന്നേ? കുഞ്ഞുങ്ങൾ അടക്കം. ഈ കുഞ്ഞുങ്ങളാരും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പോകുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ, ആണോ? ഒരു ഗർഭിണി മരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗർഭിണി മരിച്ചെന്ന് പറഞ്ഞാൽ എത്ര പേരാണ് മരിക്കുന്നത്? 2 പേരാണ് മിനിമം, അല്ലേ? അതിനകത്തൊരു കുട്ടി കൂടി ഇല്ലേ? അതിൻ്റെ ഭാവി അൺബോൺ ചൈൽഡിന് ഒരു റൈറ്റ് ഇല്ലേ? റൈറ്റ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സാധാരണഗതി പറയുന്നൊരു കാര്യമല്ലേ? അതുകൊണ്ടല്ലേ ഫീറ്റസായിട്ട് നടത്തരുതെന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ളതെല്ലാം അദ്ദേഹം റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സൗകര്യത്തിനനുസരിച്ച് കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ കുറേ പ്രസംഗങ്ങൾ നടത്തി. ആ പ്രസംഗങ്ങളല്ല യഥാർത്ഥ പൊളിറ്റിക്സ് എന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ നിഷാദ് തന്നെ ഉപയോഗിച്ചൊരു പ്രശ്നമുണ്ടല്ലോ, ചെളിയിലേക്ക് മുണ്ട് മടക്കി ഇറങ്ങുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. കാര്യം ഏതൊരു വിഷയത്തിലും ഏത് രാഷ്ട്രീയക്കാരനെ എടുത്തു നോക്കൂ, ജനങ്ങളിലേക്ക് ഇറങ്ങുക. ഒളിച്ചോടി പോകുന്ന ഒരാൾ രാഷ്ട്രീയക്കാരനാകത്തില്ല, ആകാൻ കഴിയില്ല. കാര്യം പ്രശ്നം പരിഹരിക്കാനുള്ളവൻ, പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നവൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണെങ്കിലും. ഇതാണെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് അപ്പുറത്തെ കപ്പക്കടയിൽ കൂടെ ഇറങ്ങി വീട്ടിൽ പോകുന്ന ആളാണ് രാഷ്ട്രീയം പറയുന്നത്. ഇയാൾ എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത്? ഇപ്പം നോക്കൂ, ഈ വിഷയം തന്നെ വിജയുടെ ഒരു സിനിമയ്ക്കകത്തായിരുന്നെങ്കിൽ വിജയ് തന്നെ 10 കൈയെടുത്ത് ഈ പറയുന്ന ആൾക്കാരെ മൊത്തം ICUവിലേക്ക് അദ്ദേഹം തന്നെ 50 പേരെ ഒറ്റയടിക്ക് കൊണ്ടുവന്നൊക്കെ കാണിച്ച് അദ്ദേഹം വേണമെങ്കിൽ ഹീറോ ആയി കാശ് മേടിച്ചേനെ. ഞാൻ ഇത്രയും അതിവൈകാരികമായി ഇതിനെ പറയുന്നതിന് കാരണം ഒരു മര്യാദയില്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പെരുമാറി എന്നുള്ളതാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ജീവന് വിലയില്ലേ? വ്യക്തമായ ഗൈഡ് ലൈൻസോടുകൂടി കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒന്നും പാലിക്കാതെ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. നിഷാദ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണിച്ചല്ലോ.
ഞാൻ അനുമാനിക്കുന്നത്, ഞാൻ എൻ്റെ അനുമാനമാണ് ഞാൻ പറയുന്നത്, താങ്കൾ അത് കാണിച്ചത് വിജയുടെ വണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനാണെങ്കിൽ ആ വണ്ടി തട്ടിയ ആള് അയാൾ നിർത്തിയോ വണ്ടി? ഞാൻ കണ്ടില്ല, ആ വണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ഊഹിച്ച് പറയുകയാണ്. ആ വണ്ടി തട്ടിയ ശേഷം ആ വണ്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടില്ല. ആ വണ്ടി തട്ടിയ ആൾ, അദ്ദേഹത്തിന് കീജയെ വിളിക്കാൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ, അയാളെ തട്ടിയിട്ട് ഒരു കാര്യത്തിന് അദ്ദേഹം നിർത്തണ്ടേ ആ വണ്ടി? ഞാനത് നിർത്തുന്നത് കണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ബ്ലെയിം പറയുന്നത്. നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായം മാറ്റി പറയും. ഇതുപോലെ തന്നെ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു ബസ്സിലോട്ടം കൊണ്ട് ചെല്ലുമ്പോൾ തള്ളി ആ ബസ്സിൻ്റെ അവിടുത്തെ നിന്ന് താഴെ ഇടുകയാണ് അദ്ദേഹത്തിൻ്റെ ബൗൺസേഴ്സ്. ഈ രീതി അദ്ദേഹം ഒരു ഹീറോ ആയിട്ട് നിലനിൽക്കുന്നു. അദ്ദേഹം വന്ന് സിനിമയ്ക്കകത്ത് എങ്ങനെയാണോ ഡയലോഗ് ഡെലിവറി നടത്തുന്നത് അതേ രീതിയിൽ ഡയലോഗ് ഡെലിവറി നടത്തിയിട്ട് ഇതാണ് ജനങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വോട്ട് ചെയ്തോളൂ. ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം തമിഴ്നാട്ടിലെ ആരോഗ്യരംഗം, രാജ്യത്തെ ആരോഗ്യരംഗമൊക്കെ 5 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടൊക്കെ ശരിയാക്കും. അതുപോലെ ശരിയാക്കുന്നതാണ് പൊതുപ്രവർത്തനമെന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ പറയുന്ന റോഡിൽ ഇറങ്ങിയിരിക്കുന്നവർ മൊത്തം അഴിമതി. വിജയുടെ പരിപാടിയിൽ കാണുന്നത് കംപ്ലീറ്റ് ആസൂത്രണത്തിന്റെ പ്രശ്നങ്ങളാണ്. അതിനുശേഷം ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിലും ഒരു രാഷ്ട്രീയക്കാരന്റെ മികവോ ഉത്തരവാദിത്വമോ അദ്ദേഹം കാണിച്ചില്ല. അതിൽ തന്നെ പല ദുരൂഹതകളും ഒളിച്ചേർന്നിരിക്കുന്നതാണ് ലാൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. കോൺഗ്രസ് നേതാവ് ശ്രീ VR അനൂപ് കൂടി എന്നോടൊപ്പം. ശ്രീ അനൂപ്, ഈ സംഭവം വലിയ ദുരന്തവും സങ്കടവും ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ എന്തോ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പണിയെടുക്കുന്നു താൻ എന്നാണ് അദ്ദേഹം വാഗ്ദത്തം ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷേ ഈ സംഭവം വിജയുടെ, ഇപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം പറയണമെന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ സംഭവം ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു നേതാവിൻ്റെ ഉത്തരവാദിത്വ ബോധത്തിൻ്റെ പ്രകടനവേദിയാവേണ്ട സ്ഥലമാണ്. ഇത് വിജയെ എന്തുമാത്രം എന്താണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ ഇടിക്കുന്ന ഒരു ഇവൻ്റായി മാറിയിട്ടുണ്ട് അനൂപ്? തീർച്ചയായും കാരൂരിലെ ദാരുണമായ സംഭവത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഈ തമിഴ് വെറ്ററിൻ കഴകത്തിന് തന്നെയാണ്. പക്ഷേ ഇതിനെ അതിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല. ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു അരാഷ്ട്രീയമായ മാനസികാവസ്ഥയെ ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിനെയും ഫാൻ ഫോളോവറെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ താരങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ രാഷ്ട്രീയക്കാരാകുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ സെലിബ്രിറ്റികളാകുമ്പോൾ സംഭവിക്കുന്ന അനിവാര്യമായ ദുരന്തം കൂടിയാണ് കാരൂരിലേത്. ഇപ്പോൾ നമ്മൾ ഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഉംബർട്ടോ എക്കോ 14 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യനോടുള്ള അതിര് കവിഞ്ഞ ആരാധന എന്ന് പറയുന്നത് അത് ഫാസിസത്തിൻ്റെ 14 ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ്. പലപ്പോഴും ഫാസിസത്തിനെതിരെ, സംഘപരിവാർ ഫാസിസത്തിനെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള, നമ്മുടെ കയ്യടി നേടിയിട്ടുള്ള ഒരാൾ തന്നെയാണ് വിജയ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പറയുന്ന അതിനെതിരെ കൗണ്ടറുകൾ രൂപപ്പെടുത്തുമ്പോൾ പോലും വിജയെ നയിക്കുന്നത് ഈ ഫാസിസ്റ്റ് എലമെൻറ്റ്സ് തന്നെയാണ്. ആൾക്കൂട്ടം തനിക്ക് കൈയടിക്കാൻ വേണ്ടിയുള്ളതാണ്, അതൊരു അടിമക്കൂട്ടമാണ്, 10 മണിക്കൂർ പൊരുവെയിലിൽ തന്നെ കാത്തു നിൽക്കാൻ നിയുക്തരായ ആളുകളാണ്, അവരുടെ വിശപ്പും ദാഹവും തനിക്ക് വേണ്ടി സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണെന്നൊക്കെ പറയുമ്പോൾ അത് മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെയും രാഷ്ട്രീയക്കാരനെയും വ്യതിരക്തമാക്കുന്ന ഒന്നിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട സമയമാണ്. അത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ മാത്രമല്ല, ഈ പറയുന്ന ഗ്രൗണ്ടിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിലാണ്. പക്ഷേ പൊതുവിൽ രാഷ്ട്രീയത്തിൻ്റെ സെലിബ്രിറ്റി വൽക്കരണം, ഈ പറയുന്ന താരാരാധന, തങ്ങളുടെ നേതാവ് തെറ്റ് ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിൽ രക്ഷകനെ കാണുക എന്നൊക്കെ പറയുന്നതിനെ ഒരു രാഷ്ട്രീയമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അത്തരം സെലിബ്രിറ്റികൾ ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയേണ്ടത് രാഷ്ട്രീയമായ ബാധ്യതയാണ്. അതൊരു ഈ പറയുന്ന ആധുനിക ജനാധിപത്യം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ആധുനിക മൂല്യമാണ്. ആരാധന എന്ന് പറയുന്ന ഒരു ഫ്യൂഡൽ മൂല്യവ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ ഇത് 2 മൂല്യവ്യവസ്ഥകൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതിന് ആധുനികമായ മൂല്യവ്യവസ്ഥയുടെ കൂടെ നിൽക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് നമ്മൾ. ശരി, ഞാൻ ചോദിക്കുന്ന അനൂപ്, ഇതിനകത്ത് കുറച്ചുകൂടെ അപ്പുറത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഴുവൻ നടന്ന് വലിയ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ മാരകമായി അദ്ദേഹം ആക്രമിക്കുകയാണ് പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷെ നമുക്കറിയാം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അതിൽ DMK എടുക്കുന്ന പൊസിഷൻ എന്താണെന്ന് അറിയാം, DMKയുടെ സ്വീകാര്യതയും അറിയാം. ഇപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ പൊതുവായ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വിജയ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ പ്രസക്തി എന്താണ്?
അദ്ദേഹം ഒരു താരമാണ്, താരത്തിന് രാഷ്ട്രീയത്തിൽ അങ്ങനെ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആഗ്രഹമാണത്. അതിനപ്പുറം വിജയ് മുന്നോട്ട് വെക്കുന്ന ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് സത്യത്തിൽ എന്താ പ്രസക്തി എന്താണ്? അതിനെ ഇന്ത്യയിലെ മതനിരപേക്ഷ സമൂഹം എന്തുമാത്രം പ്രതീക്ഷയോടെ കാണേണ്ട ഒരു കാര്യമാണ്? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഇപ്പോഴത്തെ ഇന്ത്യയിലെ സെക്യുലർ സ്പേസ് ഇങ്ങനെ ഒരു പാർട്ടിയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ. അല്ല, ഇവിടെ ഇപ്പോൾ സ്റ്റാലിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ബദലായി ഒരു പുതിയ രാഷ്ട്രീയം പറയുകയും അത് ഈ പറയുന്ന കേരളത്തിലെ പോലെ സംഘപരിവാറിൻ്റെ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ മുന്നണികളെ പോലെ രൂപപ്പെടുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുകയും ഈ പറയുന്ന നമ്മൾ സ്റ്റാലിനെ കുറിച്ച് പറയുന്നു. സ്റ്റാലിൻ കരുണാനിധിയുടെ മകനായിരിക്കുമ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ ജയിൽവാസം അനുഷ്ഠിച്ച ഒരാളാണ്, അതിലൂടെ കടന്നുപോയ ഒരാളാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദർഭത്തിലും സ്റ്റാലിൻ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പ്രൂവ് ചെയ്തു. അദ്ദേഹം ഉടനടി ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ MP ആയ ജ്യോതിമണി വരുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാരൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ഈ ഗ്രൗണ്ടിനെ തൊട്ടറിയുന്നതിൻ്റെ ഈ പറയുന്ന ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ ഇതാണ് ഇത്. മറിച്ച് ഈ നേരത്തെ പറഞ്ഞ ഫാസിസത്തിനെതിരെ കൗണ്ടർ രൂപപ്പെടുത്തുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയ വിജയ് പരാജയപ്പെടുത്തുന്നത് ഇവിടെ നിന്നാണ്. ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം അതിൽ കൂടുതലായി ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് വേണ്ട സമയത്ത് ഇടപെടലാണല്ലോ. ഏറ്റവും സന്നിഗ്ധമായ അവസ്ഥയിൽ അദ്ദേഹത്തിന് വേണ്ടി വന്ന ഒരാൾക്കൂട്ടത്തിൻ്റെ അപകടം സംഭവിക്കുമ്പോൾ ഇടപെടാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ തുടരാനാവുക എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ? യെസ് അതാണ്. പക്ഷേ എൻ്റെ കൂടെ ഷാഫി തുടരുന്നുണ്ട്. ഷാഫി, ഇപ്പം എല്ലാവരും വിജയെ വിമർശിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ഈ സ്പോട്ടിൽ വരുന്നില്ല, ആളുകളെ ചേർത്ത് പിടിക്കുന്നില്ല. പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം പൊയ്ക്കളഞ്ഞു. പക്ഷെ നോക്കൂ, അപ്പുറത്തെ രാഷ്ട്രീയക്കാരെ നോക്കൂ, അവരെല്ലാവരും വന്ന് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. വിജയുടെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു നിരാശയില്ലേ ഷാഫി? ഒരു ചോദ്യം അതാണ്. രണ്ടാമത്തേത്, ഇത് ആഴ്ചകൾക്ക് മുൻപേ തീരുമാനിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ അദ്ദേഹം 7 മണിക്കൂർ വൈകി വരിക എന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ലാത്ത വൈകലല്ലാതെ എന്താണ്? വേറെ ഒരു തിരക്കും അദ്ദേഹത്തിനുള്ളതായി നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കോൺവോയ് വന്നാൽ റോഡൊന്നും ആരും ബ്ലോക്ക് ചെയ്യാനും പോകുന്നില്ല. 6-7 മണിക്കൂർ വൈകി വരിക, ജനം, കുഞ്ഞുങ്ങൾ, കുട്ടികളടക്കമുള്ള ഗർഭിണികൾ മര്യാദയ്ക്ക് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കാത്തു കിടന്ന് വലഞ്ഞു വീഴുക. ഇത് വിജയ് ഉണ്ടാക്കിയ ഒരു ദുരന്തമല്ലേ ഷാഫി? നിങ്ങൾക്കത് നോക്കുമ്പോൾ തോന്നുന്നില്ലേ? സാർ ഞാൻ സംസാരിക്കട്ടെ. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു വിജയ് ഗർഭിണികളായ സ്ത്രീകൾ മരിച്ചു എന്ന് പറയുന്നത്. സാറ് ഞങ്ങൾ ഇറക്കിയ സർക്കുലറിൽ, അതായത് വിജയ് സാർ അവിടെ നിന്ന് ഇറക്കിയ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്, ഗർഭിണികളോ കുട്ടികളോ പെണ്ണുങ്ങളോ ആരും വരാൻ പാടില്ല. മാക്സിമം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് നോക്കണം. പിന്നെ വിജയ് ഫാൻസ് അല്ലെ വിജയോടുള്ള ആരാധന കൊണ്ടാണ് ഇവരെല്ലാം കൂടി വന്നത്. സാറ് പറഞ്ഞില്ലേ മുണ്ടും മടക്കി കുത്തി ഇതേപോലെ വെളിയിൽ ഇറങ്ങുമെന്ന്. നിങ്ങളെപ്പോലെ സംസാരിക്കാൻ എനിക്കറിയില്ല, എന്നാലും എനിക്കറിയാമെന്ന് പറഞ്ഞത്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കും ഒരു നടൻ എന്ന നിലയ്ക്കും അദ്ദേഹം വന്നു ഇറങ്ങി അപ്പോൾ തന്നെ ഈ ജനക്കൂട്ടം നിയന്ത്രിക്കാൻ പോകണം. അവിടുത്തെ പോലീസിനും ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ഇദ്ദേഹം ഈ ജനങ്ങൾ വന്ന് വീണ് കിടക്കുന്നു പറഞ്ഞ് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ രൂക്ഷമാവില്ലേ സാർ ഉള്ളൂ. പോട്ടെ, ഇപ്പൊ എവിടെ അവിടെ ഈ ജനങ്ങൾ വീണ്ടും അങ്ങനെ ആ ലോജിക്ക് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് ചെന്നൈയിലേക്ക് പോയല്ലോ. ചെന്നൈയിലേക്ക് പെട്ടെന്ന് പോയി. അദ്ദേഹം ആ പ്രദേശത്ത് എവിടെയും ക്യാമ്പ് ചെയ്തില്ല. ഇപ്പൊ എവിടെ അദ്ദേഹം? ഹോസ്പിറ്റലിൽ വരണ്ടേ സാർ? ക്യാമ്പ് സാർ അതിന് ചോദിച്ചിട്ടുണ്ട് സാർ. അങ്ങ് കരൂരിൽ പോകാൻ വേണ്ടിയിട്ടും അവരെ ഈ ഇത് കാണാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ട് സാർ. അത് നിയമ തടസ്സങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നിയമ തടസ്സം എന്താണത്? മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത നിയമ തടസ്സം എന്തിനാണ് വിജയ്ക്ക്? ഇല്ല, അവിടെ അനുമതി കിട്ടി സാർ. അതാണ് ശരി, അത്രയും ഞാൻ മനസ്സിലാക്കി. വിജയ് അവിടേക്ക് വന്നാൽ രോഷം ഉണ്ടാവുന്നോ, വിജയ് അവിടേക്ക് വന്നാൽ വീണ്ടും ആരാധക കൂട്ടം വരുമെന്നോ, അതുണ്ടാക്കുന്ന പ്രശ്നവും ഞാൻ ചോദിച്ചതിന് ഒരു ചോദ്യം. നേരത്തെ ലാൽകുമാർ പറയാണ് ആഴ്ചകൾക്ക് മുൻപേ തീരുമാനിച്ച പരിപാടിയിൽ 6 മണിക്കൂർ വൈകി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? സാർ ഒരു സ്ഥലത്ത് പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. വരുമ്പോഴുള്ള തിരക്കിനെ സാറിന് അറിയാം. ഈ വന്ന് കയറുമ്പോൾ തന്നെ വിജയ് സാർ ഇന്ന് ആ സ്റ്റേജിൽ നിന്ന് കയറിയെന്ന് പറയുന്നുമുണ്ട്. ഈ ആ ഹൈവേ നിങ്ങൾ അകത്ത് കയറാൻ വേണ്ടി വരാൻ വേണ്ടി പെട്ട പാട് ഹൈവേയിൽ നിന്ന് അകത്ത് കയറി വരാണ്ട് അത് അവിടുത്തെ പോലീസുകാരെ സഹായിച്ചുകൊണ്ടാണ് ചെയ്തതെന്നുള്ളത്. ഇതിന്റെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എവിടെയെല്ലാം വലിയ റാലികൾ സംഘടിപ്പിക്കുന്നു, ഒരു ദിവസം എത്രയോ പരിപാടികൾ ഒറ്റയടിക്ക് നടത്തുന്നു. അവർക്കൊന്നും ഇല്ലാത്ത ഇതൊരു പ്ലാനിങ് ഇഷ്യൂ അല്ലേ ചോദിക്കാൻ ഞാൻ. ഒന്ന്, ഗർഭിണികളും കുട്ടികളും വരാൻ പാടില്ല എന്ന് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. വരേണ്ടതാരാണ്? എത്ര പേർക്ക് വരാം? എത്ര പേർക്ക് അവിടെ നിൽക്കാം?
ഇതൊക്കെ ആസൂത്രണം ചെയ്യാനല്ലേ താഴെ തട്ടിലൊരു സംഘടനാ സംവിധാനം ഉണ്ടാവേണ്ടത് ഷാഫി. അതൊന്നും അവിടെ ഇല്ല. നിങ്ങളവിടെ വിജയ് വീട്ടിലിരുന്ന് ഒരു ആഹ്വാനം നടത്തും, ആ ആഹ്വാനം കേട്ട ആളുകൾ ഭരണം ഇതൊരു മെക്കാനിസം വേണ്ടേ? ബാക്കി എല്ലാ പാർട്ടികൾക്കും അതുണ്ട്. താഴെ തട്ടിൽ കമ്മിറ്റികൾ, ആ കമ്മിറ്റികളുടെ ഉത്തരവാദിത്തമുള്ള ആളുകളെ ഓരോ സ്ഥലത്തുനിന്നും കൊണ്ടുവരുന്നു. എത്ര പേർക്ക് വരാം, എത്ര പേർക്ക് വരാൻ കഴിയില്ല, ഇതിനൊന്നും നിങ്ങൾക്കൊരു കണക്കും തൊപ്പിയില്ല. വരരുതെന്ന് വിജയ് പറഞ്ഞു എന്നത്രേ, അങ്ങനെ മതിയോ? അപ്പം നിങ്ങൾക്ക് സംവിധാനമില്ല. വിജയ് വരുന്നു, ആൾ കൂടുന്നു, അല്ലാതെ പാർട്ടിയില്ല എന്നല്ലേ മനസ്സിലാക്കണ്ടേ? സാർ പാർട്ടി കൊണ്ട് അദ്ദേഹത്തിനെ അംഗീകരിക്കുന്നതുകൊണ്ടല്ലേ സാർ ഇത്ര ആളുകൾ വരുന്നത്. പാർട്ടി കൊണ്ട് ആളുകളെ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ വരുന്നത്. പിന്നെ രണ്ടാമത്തെ സൈഡ് വിക്രമണ്ടിയിലും മധുരയിലും രണ്ട് മാനാട് നടത്തി 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം രൂപ അടുപ്പിച്ച് വരെ ആൾക്കാരുകൾ വന്നിരുന്നു. അവിടെ ഒന്നും ഉണ്ടാത്ത തിക്കും തിരക്കാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കരൂരിൽ നടന്നത്. അത് എന്തുമാത്രം ഇടുങ്ങിയ സ്ഥലത്താണ് വെച്ച് നടന്നതെന്ന് അറിയാം സാർ. ഞങ്ങൾ ചോദിച്ച സ്ഥലങ്ങളുമല്ല തന്നത്. കിട്ടിയ സ്ഥലത്ത് പറ്റുന്ന ആളുകളെ വെച്ചല്ലേ പരിപാടി നടത്തുന്നത്. കിട്ടിയ സ്ഥലം ഏതായാലും ഞങ്ങൾ 1 ലക്ഷം വരെ കൊണ്ടുവരും നിങ്ങളങ്ങ് തീരുമാനിക്കാൻ മതിയോ? നിങ്ങൾ എന്തിനാ 1 ലക്ഷം വരെ കൊണ്ടുവന്നത്? സാർ ഞങ്ങൾ ഹലോ ഷാഫി, ഞാൻ ചോദിക്കുന്നത് അവിടെ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, വേറെ ആർക്കുമല്ല. നിങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളാണ് വന്നതെന്ന് നിങ്ങൾ പറയുന്നത്. ഇവിടെ CPIM ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ആ പരിപാടിയിൽ എത്ര പേർ പങ്കെടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം CPIM-നാണ്. കോൺഗ്രസ് സംഘടിപ്പിച്ചാൽ അവർക്കാണ് ഉത്തരവാദിത്വം, അവരെ ഏൽക്കണം. കാരണം അവരൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആളുകളെ കൊണ്ടുവരിക. ഒരു സ്ഥലത്ത് ഇത്ര പേർ പങ്കെടുക്കണം, ഇത്ര ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇന്ന സോണിൽ പങ്കെടുക്കണം, ഇത്ര ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കണം, ഇത്ര ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കണം എന്നതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ നിങ്ങൾക്കില്ലേന്ന് ചോദിക്കുക. സാർ ഉണ്ട് സാർ. സാർ ഇപ്പോൾ പറഞ്ഞില്ലേ കാണുന്നത് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ വിജയ് എന്നൊരു നടനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുകളുണ്ട്. പറഞ്ഞ പോലെ ഗർഭിണിയായ സ്ത്രീകളും അമ്മ കുഞ്ഞുങ്ങളും എല്ലാവരും വരുന്നുണ്ട് സാർ. മനസ്സിലായില്ലേ സാർ? അപ്പം നമുക്ക് വരണ്ട എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് വരണ്ട എന്ന് ഇത് കൊടുത്ത് അത് ഞങ്ങൾ നോട്ടീസിൽ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടും പറഞ്ഞിട്ടും ഉള്ളതാണ്. ശരി, അപ്പോൾ ഇനിയിപ്പോൾ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത്? തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിനൊപ്പം നമ്മളുണ്ട് സാർ. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഞങ്ങൾ കൂടെ തന്നെ കാണുന്നു. ശരി, പക്ഷേ ലാൽകുമാർ അത് കേട്ടോ താങ്കൾ? അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റ് രാഷ്ട്രീയക്കാർക്ക് ഇറങ്ങുന്ന പോലെ വേഗത്തിൽ ഇറങ്ങാൻ വിജയ്ക്ക് പ്രശ്നമുണ്ടാവും. ഓൾറെഡി അദ്ദേഹം വന്നതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള തിരക്കും സ്റ്റാമ്പട്ട് ഒരു വശത്ത്, അതിൻ്റെ കൂടെ അദ്ദേഹം വന്നാലുണ്ടാകുന്ന പലതരം സാധ്യതകളെ കാണണം. അല്ല അദ്ദേഹം അങ്ങനെ ഒരു ജനത്തിൽ കൂട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള വിപ്രതിപത്തി കൊണ്ട് മാറി നിൽക്കുന്ന ആളല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകനായ ഷാഫി പറയുന്നത്. പക്ഷേ കരൂരിൽ ഉണ്ടാകണമായിരുന്നു ആള്. പക്ഷേ പെട്ടെന്ന് എന്തിനാ ഇപ്പം അദ്ദേഹത്തിന് ഈ ജനങ്ങളുടെ ഇടയ്ക്കിലോട്ട് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ശരി, അത് ആ വാദം അങ്ങ് അംഗീകരിച്ചാൽ എന്തിനാ ഓടിപ്പിടിച്ച് ചെന്നൈക്ക് പോയത്? കരൂർ അദ്ദേഹത്തിന് സ്റ്റേഷൻ ചെയ്തുകൂടായിരുന്നോ? അങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് എന്ത് മറുപടി പറയും? അവിടെ നിന്ന് മേൽനോട്ടം നടത്തുന്നതിന് അദ്ദേഹം നേരിട്ട് ഇറങ്ങേണ്ട. അദ്ദേഹം മെഷീനറിയുമായിട്ട് അദ്ദേഹം തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. ഇന്ന പോലാണ് സംഭവിച്ചിരിക്കുന്നത്, ഇന്നതാണ് കാരണം എന്ന് അദ്ദേഹം ചെയ്തോ? നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നു ഈ ലോകത്തോട്? ഇതൊന്നും ചെയ്തിട്ടില്ല. ആളുടെ വഴിക്ക് പോയി. ഇപ്പോൾ ഇവിടുത്തെ അദ്ദേഹം സംസാരിച്ച ഷാഫി എന്ന് പറയുന്ന ആളോട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അദ്ദേഹം ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നു. അത് തമിഴ്നാട്ടിൽ നിൽക്കുന്ന ഒരു നടന് കേരളത്തിലുള്ള ഫാൻസ് അസോസിയേഷൻ്റെ ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കങ്ങ് വിടാം. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഞാൻ ഡിലേ ആയത് അദ്ദേഹം വേറൊരു പരിപാടിയിൽ വന്നിട്ടെന്നല്ലേ പറഞ്ഞേ? ആ പരിപാടിയിൽ അദ്ദേഹം 6-7 മണിക്കൂർ വൈകിയതുകൊണ്ടാണ് ഈ പരിപാടി ഡിലേ ആയത്. അത് ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മീഡിയ അടക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മറ്റേതോ ഒരു പ്രോഗ്രാമിന് 8:30 മറ്റോ ചെല്ലേണ്ടതായിരുന്നു. അത് അവിടെ ചെല്ലാതെ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്തൊരു ഗൗരവമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന്. അല്ലേ? ഈ ഇവിടെ പറഞ്ഞ ഒരു വാദം കൂടെ ഈ പറഞ്ഞു നോക്കൂ. അദ്ദേഹത്തിന് സാധാരണക്കാരുടെ ഇടയിലേക്ക് സാധാരണ മനുഷ്യനെ പോലെ ഇറങ്ങി വരാൻ പറ്റില്ല, അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. ആ വാദവും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? എങ്ങനെയായിരിക്കും നിഷാദ് ഇദ്ദേഹം അപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നത്തിന് അദ്ദേഹം പെരയ്ക്കാതിരുന്ന് ഞാൻ ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ, ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുമെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ പൊളിറ്റിക്കൽ പേഴ്സൺ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ആകാനും പറ്റില്ല. അദ്ദേഹം പറഞ്ഞ വാദം എടുത്താൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ പണി വിട്ടിട്ട് വേറെ വല്ല പണിക്കും പോകണം. രാഷ്ട്രീയം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാനുള്ള പ്രവർത്തനം താരമാണെങ്കിൽ ജനങ്ങളോട് നിൽക്കേണ്ട കാര്യമില്ല.
സിനിമയിൽ അഭിനയിച്ചാൽ മതി. പറഞ്ഞത്. യെസ് 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 ഓക്കെ ലാൽ ഓക്കെ ലാൽ എന്താ ഷാഫി എന്താ ആഡ് ചെയ്യുന്നതാണ്? ഷാഫി എന്താണ് പറയുന്നത്? സാർ ഞാൻ പറഞ്ഞത് ഇത്തരം ആൾക്കാരും ഇത്ര ഈ കുഴഞ്ഞു വീഴുന്നു, ഈ വയ്യാതായി വീഴുന്നു, വെള്ളം പോലും കിട്ടാതെ വീഴുന്നു, ഇതിന്റെ ഇടയിൽ കൂടി അദ്ദേഹം കൂടി ഇറങ്ങി കഴിഞ്ഞുള്ള സിറ്റുവേഷൻ ആ പ്രശ്നം താങ്കൾ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാനൊരു മറ്റേ പോയിന്റുകളിലേക്ക് ഒന്ന് വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേളെടുത്ത് വേഗം ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം വളരെ പെട്ടെന്ന്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ സുന്ദർ ദാസ്, ഇന്നലത്തെ അപകടം വിജയെയും വിജയുടെ പാർട്ടി സംവിധാനത്തെയും ഒന്ന് ഉലച്ചിട്ടുണ്ടാവും. അത് പക്ഷേ വിജയുടെ രാഷ്ട്രീയമായ തേരോട്ടത്തെ അപ്പാടെ റദ്ദ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താനോ വഴിമാറ്റിവിടാനോ ഉതകുന്ന ഒരു സംഭവമായി അങ്ങനെ ഒരു ദീർഘ സ്വഭാവത്തിൽ നിൽക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് മേക്കപ്പ് ചെയ്യാൻ വിജയ്ക്ക് കഴിയില്ലേ? അദ്ദേഹം ബന്ധുക്കളെ കാണുന്നു, അവർക്കുള്ള സഹായ വിതരണം നടത്തുന്നു, കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവുന്ന വാഗ്ദത്തം ചെയ്യുന്നു. പറ്റുമായിരിക്കില്ലേ? വിജയ് അങ്ങനെ വേഗത്തിൽ തമിഴന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന രൂപമല്ലല്ലോ. അത് തീർച്ചയായിട്ടും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അയാൾക്ക് ഇങ്ങനെ ഈ സംഭവമൊക്കെ നടന്നാലും അയാൾക്ക് ചെറുപ്പക്കാരുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ നല്ല സ്വാധീന ശക്തിയുണ്ട്. പക്ഷേ ഇന്നലത്തെ സംഭവം ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സിസ്റ്റം ഇല്ലാതെ ഈ ഒരു പാർട്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അധികാരം പിടിച്ചെടുക്കുക, സ്റ്റാലിനെ എതിർക്കുക, അതേസമയം തന്നെ BJP എതിർക്കുക എന്നുള്ളതൊക്കെ 2 പേരെയൊക്കെ 10 പേരെയും 100 പേരെയൊക്കെ സിനിമയിൽ നേരിടുന്നത് പോലെ രാഷ്ട്രീയത്തിൽ 2 പേരെ ഒരേ സമയം നേരിടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം ഈ വിജയിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാമേജ് പരിഹരിക്കാൻ അത്ര എളുപ്പം ഒരു നിലയ്ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇനിയും ഈ പൊതുയോഗങ്ങൾക്കും ഇതുപോലെ തന്നെ റാലികൾക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കാലതാമസം ഉണ്ടാവും, ഇതുപോലെ ആൾക്കൂട്ടം ഉണ്ടാവും, അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഇനിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നേരെ മറിച്ചിട്ട് ഞാൻ പറയും, ഇതുപോലെ ഇപ്പോൾ MGRൻ്റെയൊക്കെ മീറ്റിങ്ങുകൾ കണ്ട് 8 മണിക്കൂറും 10 മണിക്കൂറും വൈകിട്ടാണ് അദ്ദേഹം വരിക. എന്നാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം ആദ്യം ചോദിക്കും ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം, ലഘുഭക്ഷണമോ വല്ലതും ഇവർക്ക് ആവശ്യക്കാർക്ക് കൊടുത്തിട്ടുണ്ടോ, വെള്ളം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമേ അദ്ദേഹം പ്രസംഗിക്കാൻ വരാറുള്ളൂ. എല്ലാ സ്റ്റാലിൻ്റെ മീറ്റിംഗ് ഇലക്ഷൻ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ ഒഴുകാറുണ്ട്. അത് തമിഴ്നാട്ടിൽ വളരെ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ മണിക്കൂറുകൾ വൈകിയത് കൊണ്ട് ഇടയിലൊക്കെ പല തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ജയലളിതയുടെ മീറ്റിംഗ് ചിലപ്പോൾ വൈകുന്നേരം 6 മണിക്കുള്ള പുലർച്ചെ 3 മണിക്കൊക്കെയാണ് 4 മണിക്കൊക്കെയാണ് അവരെത്തിയിട്ട് ഞാൻ പലതിലും കണ്ടിട്ടുള്ളത്. അത് തമിഴ്നാട്ടിൽ സ്വാഭാവികമാണ്. പക്ഷെ അതേ സമയത്ത് ആ വന്നിരിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അതായത് പാർട്ടി തന്നെയാണ്, അതായത് നേതാവ് തന്നെയാണ്. മറ്റേ അത് ചെയ്യാൻ, അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും വിജയന് കഴിഞ്ഞിട്ടില്ല. ഒരു പാർട്ടി സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ആര്, ആ പ്രാദേശിക നേതാക്കൾ ആർക്കാണ് ഉത്തരവാദിത്വം? അങ്ങനെ ഉത്തരവാദിത്വം അദ്ദേഹം വിഭജിച്ച് കൊടുത്തിട്ടില്ല ആർക്കും. അതിൻ്റെ പ്രശ്നമാണ് ഇന്നലെ കണ്ടത്. അത് ആ ഒരു കെട്ടുപടുക്കൽ ഇല്ലാതെ ഈ രൂപത്തിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ശരി ശരി, അതാണ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ശ്രീ മനൂപ്, ഇവിടെ വിജയ് ഉണ്ടാക്കുന്ന ഒരു വേവ്, ഇപ്പം ഇന്നലത്തെ സംഭവത്തിനെ മാറ്റി നിർത്തിയാൽ വിജയെ കാത്തിരിക്കുന്നത് 10,000-കണക്കിന് ആളുകളാണ്. അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് കൈയടിക്കുന്നതിൽ വലിയ തോതിലുള്ള യുവാക്കളെ നാം കാണുന്നു. സോഷ്യൽ മീഡിയയിൽ വിജയുടെ പ്രസംഗങ്ങൾ പലതും വലിയ തോതിൽ ട്രെൻഡിങ് ആണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന DMK ആണ് അവിടെ ഉള്ളത്. AIDMK ആവട്ടെ, അതിൻ്റെ ഒരു അവസാനത്തെ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്ന സ്വഭാവത്തിലാണുള്ളത്. DMK ആളുകൾക്ക് പലതരത്തിലും മടുക്കാമല്ലോ. ഏതൊരു പാർട്ടിയെയും ഏതൊരു ഭരണത്തെയും ജനത്തിന് മടുക്കാം. പിന്നെ ചില അഴിമതി ആരോപണങ്ങൾ DMKക്കെതിരെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. വിജയ് അപ്പോൾ സിനിമയിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രക്ഷക പരിവേഷം, അതിനെ ഒരു റിയൽ സ്പേസിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പോൾ വിജയെ ഇന്നലത്തെ സംഭവം മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു ഗ്രോത്തിനെ എങ്ങനെയാണ് കാണുന്നത്? അതോ വിജയ് ഒറ്റയ്ക്ക് വരുമ്പോഴേ ആൾക്കൂട്ടം ഉണ്ടാകൂ? അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിയാൽ ആ സ്ഥാനാർത്ഥിയുടെ കൂടെ ആൾ ഉണ്ടാവില്ല എന്നാണോ നിങ്ങൾ കാണുന്നത്? പക്ഷെ അത് അങ്ങനെയൊന്നും കാണേണ്ട കാര്യമില്ല. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ വിജയുടെ ഒരു പൊളിറ്റിക്കൽ സാന്നിധ്യത്തിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ടതുണ്ട്. അതൊരു പുതിയ ആൾക്കൂട്ടം രൂപപ്പെടുന്നുണ്ട്, അതിനൊന്നും നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടെ വിജയെപ്പോലൊരാൾ ഗ്രൗണ്ടിൽ നിന്ന് തിരോധാനം ചെയ്യുന്നു. അത് അയാളുടെ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ദൗർബല്യമാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം സാധ്യമാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ വിജയ് ഒരു വലിയ ആൾക്കൂട്ടത്തെ ആകർഷിച്ചിരുന്നു.
അതിനകത്ത് നേരത്തെ പറയുന്ന പുതിയ നമ്മൾ ജൻസി എന്നൊക്കെ വിളിക്കുന്ന ഒരു പുതിയ തലമുറയുടെ തരംഗം പ്രകടമായിരുന്നു. അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ അത് സഹായിച്ചിട്ടുണ്ടാകാം. അതിനൊക്കെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പഠിക്കേണ്ടതുണ്ട്, അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അത് നമ്മൾ തർക്കിക്കേണ്ട ഒരു വിഷയമേ അല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ, ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്താൻ പോകുന്ന ഒരാൾ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടിയിൽ സംഭവിച്ച ദാരുണമായൊരു സംഭവത്തെ പോലും അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാതെ, അതിനോട് പ്രതികരിക്കാൻ കഴിയാതെ വീട്ടിലിരിക്കുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ള അവസ്ഥയോട് അതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് മാത്രമേ വിജയ്ക്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകൂ എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു. വിജയെ ഈ കാര്യത്തിൽ അക്കൗണ്ടബിൾ ആക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതിനകത്ത് നിയമത്തിൻ്റെ സാധ്യതകൾ, സർക്കാർ അധികാരത്തിൻ്റെ സാധ്യതകളൊക്കെയും പയറ്റേണ്ടതുണ്ടല്ലോ. സാധാരണ നിലയ്ക്ക് വിജയെ അവഗണിച്ചു പോകുന്ന ഒരു നിലയാണ് DMK അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം വിജയെ ആക്രമിക്കുക എന്ന് വെച്ചാൽ ആരാധകരെ അത് പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവഗണനാ സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ സന്ദർഭം വിജയെ അക്കൗണ്ടബിൾ ആക്കാൻ സർക്കാരിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമായിരിക്കുമോ അനൂപ്? തീർച്ചയായും ഇവിടെ സ്റ്റാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഇതിന് നേരിട്ട ഒരു രീതിയുണ്ടല്ലോ. സ്റ്റാലിൻ അതിനോട് പ്രതികരിച്ചത് ഈ പറയുന്ന രാഷ്ട്രീയമായ സംയമനത്തോടു കൂടിയാണ്. അദ്ദേഹം ആ സമയത്ത് ഗ്രൗണ്ടിലെത്തുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ MP വരുന്നുണ്ട്. അത് ഇപ്പോൾ സ്റ്റാലിൻ്റെയൊക്കെ പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുന്നത് എത്രയോ കയറ്റവും ഇറക്കവും കണ്ടതാണ്. അപ്പോഴും ആ കയറ്റത്തിനും ഇറക്കത്തിനും അനുസരിച്ച് രാഷ്ട്രീയമായ ഈ പറയുന്ന സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട് എല്ലാ കാലത്തും അതിനോട് പ്രതികരിച്ചിട്ടുള്ള ഒരാളല്ലേ. ഇപ്പോൾ സാധാരണ രാഷ്ട്രീയക്കാരുടെ മക്കൾ അനുഭവിക്കേണ്ടതില്ലാത്ത ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന മക്കളായി വന്നിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ഒരാൾ സ്റ്റാലിനാണ്. അങ്ങനെ സ്റ്റാലിൻ ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ വിജയും സ്റ്റാലിനും തമ്മിലുള്ള താരതമ്യം അപ്രസക്തമാകുന്നത് അവിടെയാണ്. ശരി, ശ്രീ ലാൽകുമാർ, ഇവിടെ വിജയെ ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് കൂടി കൊണ്ടുവരികയാണ്. വിജയെ കൈകാര്യം ചെയ്യുന്നതിൽ ഭയങ്കരമായ സൂക്ഷ്മത DMK കാണിക്കുന്നുണ്ട്. കാരണം വിജയ് അവിടെ ഏറ്റവും താരമൂല്യമുള്ള, ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു സിനിമാ നടനാണ്. അദ്ദേഹം DMK ആഞ്ഞാക്രമിക്കുമ്പോഴും മറുപടി പറയാതിരിക്കാനാണ് പലപ്പോഴും DMK ശ്രമിക്കുക. കാരണം മറുപടി പറഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ വിജയ് അണ്ണനെ ആക്രമിച്ചേ എന്ന മട്ടിലേക്ക് കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പോൾ ഒരു സന്ദർഭം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതൊരു ഉത്തരവാദിത്വത്തിൻ്റെ കളിമേഖലയാണ്. ഇവിടെ റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട്. റെസ്പോൺസിബിൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പേ ചെയ്യേണ്ടി വരും എന്ന പോയിന്റിലേക്ക് വിജയെ കൊണ്ടുവരാൻ ഈ സന്ദർഭം പ്രയോജനപ്പെട്ടേക്കുമോ എന്ന് ചോദിക്കാൻ ഞാൻ. ഉറപ്പായിട്ടും നോക്കൂ, നിഷാദ് മനസ്സിലാക്കണ്ടല്ലേ, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സിനിമ അഭിനയം പോലെ അല്ല. സിനിമയിൽ അഭിനയിച്ച് പോയാൽ മതി, പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. അതിനകത്ത് സിനിമ വിജയിച്ചോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സിനിമയിൽ കൂടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയമെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ജനാർദ്ദനായിരിക്കും അല്ലേ? അങ്ങനല്ലല്ലോ നമ്മൾ കാര്യം കാണേണ്ടത്. കാര്യം ഇദ്ദേഹത്തിനെ ഒരു ജോലി ഏൽപ്പിച്ചാൽ കേരളത്തിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഇദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് ഒരു ചെറിയ ടെംപ്ലേറ്റാണ് നമുക്ക് ഇന്നലെ കിട്ടിയത്. ഇദ്ദേഹം ഓടി ഒളിക്കാനാണ് സാധ്യത. അദ്ദേഹം ഒരു റെസ്പോൺസിബിളായിട്ടൊരു കാര്യം മുന്നോട്ടെടുക്കത്തില്ല, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇത് ഒരു സ്ഥലത്ത് നടന്ന ഒരു പ്രശ്നമാണ്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് ഒരു സമൂഹത്തിൽ അല്ലേ? നമ്മൾ അങ്ങനെ നടക്കാതിരിക്കട്ടെ, പക്ഷെ എന്നാലും നടക്കാൻ ഉള്ള സാധ്യതകൾ പറയും. ആ സാധ്യതകളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ആ സാധ്യത വേറൊരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരാളായിരിക്കണം. അതെല്ലാം റദ്ദ് ചെയ്തു പോയി. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കൂ, വിജയ് ചെയ്തുകൊണ്ടിരുന്നത് സിനിമയ്ക്കകത്ത് എങ്ങനെയാണോ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത് അതുപോലൊരു അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്യാമ്പുകളിൽ മൊത്തം, ഈ സ്റ്റേജിലായിട്ടുള്ള എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരുന്നത്. അതിനുപരിയായി അദ്ദേഹം എന്ന രാഷ്ട്രീയക്കാരൻ്റെ മെറ്റൽ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സായിപ്പോയി ഇത്. നോക്കൂ, അദ്ദേഹം ഏതാണ്ട് കരുതിക്കൂട്ടി ഇങ്ങനൊരു സ്റ്റാമ്പീഡ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം കരുതിക്കൂട്ടി തന്നെയാണ് ഇത് ഡിലേ ചെയ്തതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അത് അദ്ദേഹം പ്രൂവ് ചെയ്യേണ്ട, അദ്ദേഹത്തിൻ്റെ മേളിലാണ് ഓണസ്, ഇതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. കാര്യം എന്തുകൊണ്ട് ആളെ കൂട്ടാനുള്ള എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ തമിഴ്നാടിനോട് പറയാനായിരിക്കും അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഈ സംസാരിച്ച ആൾ ഷാഫി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ആരാധകൻ സിനിമയുമായി ബന്ധപ്പെട്ട ആരാധകനാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ ഡിഫെൻഡ് ചെയ്യുന്നത്
അദ്ദേഹത്തിൻ്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് വിജയ് ഫാൻസ് എന്ന് വിളിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ പിണറായി വിജയൻ ഫാൻ ആകാൻ പറ്റില്ല, പിന്നെ പിണറായി വിജയൻ്റെ ഒരു ഫോളോവർ ആകാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളാകാം. പക്ഷേ ഫാൻ എന്ന് വിളിക്കുമ്പം അതൊരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നത് നോക്കൂ. കേരളത്തിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഡിഫെൻഡ് ചെയ്യുന്നത്? അദ്ദേഹം ഇതുവരെ ഈ തമിഴ്നാടിൻ്റെ മണ്ണിൽ, ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്നലെയാണ് അദ്ദേഹത്തിന് ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു അവസരം കിട്ടിയത്. ആ അവസരം അദ്ദേഹം ആ അവസരം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ അവസരമാണെങ്കിൽ പോലും ആ വിഷയത്തിൽ അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതല്ല എങ്കിൽ ഈ പറയുന്ന ടി വിയിൽ കാണുന്ന വിജയ് ആണ്ടോ അണ്ണൻ പ്രതികരിക്കുന്ന കണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ഞാനിരിക്കുന്നതെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് പറ്റും. അവിടെയാണ് ഷാഫിയുടെ റോള് പരാജിതമായി മാറുന്നത് എന്നുള്ളതാണ്. ഷാഫി ഡിഫെൻഡ് ചെയ്യുന്നത് സിനിമയിലെ വിജയാണ്. നമ്മൾ സംസാരിക്കുന്ന സിനിമയിലെ വിജയെക്കുറിച്ചല്ല. ഇന്നലെ റോഡിൽ ഇറങ്ങി നിന്ന് സംസാരിച്ച വിജയ് ഈ പറയുന്ന ഒരു സന്ദർഭം വന്നപ്പം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ പെരുമാറിയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നായകനായിരുന്നു, അദ്ദേഹത്തിന് വെളിയിലോട്ടിറങ്ങാൻ പറ്റത്തില്ല. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ് പ്രശ്നം. രാമറാവുവിന്റെ കാര്യം പറഞ്ഞു, ബാക്കിയുള്ളവരുടെ ആൾക്കാരൊക്കെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. അവരാരും ഒരു വിഷയം വന്നപ്പം ഈ പറയുന്ന അപ്പുറത്തെ തോട്ടിക്കൂടി ഓടുന്ന ഒരു രീതിയല്ല കാണിച്ചത്. റെസ്പോൺസിബിളായിട്ട് ജനങ്ങളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് അവർക്കുണ്ടായിരുന്നത്. ആര് തന്നെ ആകട്ടെ, ഞാനതാണ് ഈ സംഭാഷണത്തിനകത്ത് ഞാൻ പൊളിറ്റിക്സ് മാറ്റി വെച്ചിട്ടാണ് സംസാരിച്ചത്. കാര്യം അങ്ങനെ ആരിടപെട്ടാലും, ഏത് പൊതുപ്രവർത്തനം ഇടപെട്ടാലും അതിനകത്തൊരു തെറ്റുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാൻ കാണിക്കാൻ ആഗ്രഹിച്ചത്. ഷാഫി, ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇന്ന് ഈ അപകടം ഇന്നലെ ഉണ്ടായതിനു ശേഷം അവിടെയുള്ള നാട്ടുകാർ പല ആളുകളും പ്രതികരിക്കുന്നതിൻ്റെ വീഡിയോസ് കാണുകയാണ്. അപ്പോൾ ഇന്നലെ വരെ വിജയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ആവേശത്തോടെ വന്ന പല ആളുകൾ, സ്ത്രീകളടക്കമുള്ള ആളുകൾ, ഞങ്ങളെ അവഗണിച്ച് പോയി കളഞ്ഞു എന്ന് പറയുന്നത് കേൾക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിലവിളിച്ചപ്പോൾ പോലും ആ പരിപാടി മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പോൾ ആളുകൾ തിരിഞ്ഞില്ലേ? അവരുടെ വികാരം എതിരായില്ലേ ഷാഫി? സാറേ, ഇത് കുറച്ച് വീഡിയോകൾ മാത്രമല്ലേ കണ്ടുള്ളൂ. അവിടെ എന്താണ് നടന്നത് നമുക്കറിയില്ല. അവിടെ നമ്മുടെ മീഡിയയിൽ കണ്ട മാത്രമേ ഉള്ളൂ. ലൈവായിട്ട് കണ്ടുള്ള കുറേ പേര് അതിനുള്ള മറുപടികളും കൊടുത്തിട്ടുണ്ട് സാർ. കാരണം വന്ന് കയറുമ്പോൾ തന്നെ പവർ കട്ട് ചെയ്യുക, തക്കതായത്. അപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അവിടെ മരണപ്പെട്ടത്. ആരെങ്കിലും ഇത് മനഃപൂർവ്വം അത് വരുത്തി വെക്കുമോ സാർ? അല്ല, മനഃപൂർവ്വം വരുത്തി വെച്ചു എന്നല്ല, മനഃപൂർവ്വം വരുത്തി വെച്ചു എന്നുള്ള പ്രശ്നമല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ ഓടി ഇറങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. ഹലോ ഷാഫി, ഞാൻ ചോദിക്കുന്നതേ മനഃപൂർവ്വം അപകടം ഉണ്ടാക്കിയതിനെ കുറിച്ചല്ല. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വിജയുടെ സംഘങ്ങളും എന്ന് വെച്ചാൽ ആരാന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഇപ്പം നേരത്തെ സുന്ദർദാസ് ചൂണ്ടിക്കാണിച്ച പോലെ ഈ പാർട്ടി എന്താണ്, ഈ പാർട്ടിക്ക് കമ്മിറ്റി ഉണ്ടോ, ഏതൊക്കെ കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ മേൽ കമ്മിറ്റി ഏതാണ്, താഴെ കമ്മിറ്റി ഏതാണ്, അതിൽ എത്ര അംഗങ്ങളുണ്ട്, ആരാണ് അതിൻ്റെ സെക്കൻഡ് ലെയർ ലീഡേഴ്സ് ആരാണ്, ഇതിനെക്കുറിച്ചൊന്നും ആർക്കൊന്നും അറിയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. നമുക്കറിയാവുന്ന ഈ പാർട്ടി വിജയ് മാത്രമാണ്. സാർ, അവിടെ പാർട്ടി പ്രവർത്തകരുണ്ട്. ഇത് പാർട്ടി അല്ലാതെ വിജയ് എന്നൊരു നടനെ മാത്രം കാണാൻ വേണ്ടി വന്നില്ല. പാർട്ടി മാനാടാണ് സാർ. പാർട്ടി മാനാട് ഇവിടെ നടന്നത് സാർ കണ്ടായിരുന്നു. ഹലോ ശരി, ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് അവിടുത്തെ ജനങ്ങളുടെ ഇതുപോലെ ഇരിക്കും സാർ. എന്താ പറഞ്ഞത്, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. 200-250 കോടി രൂപ സാലറി വാങ്ങിക്കുന്ന ആൾ, ഈ പടത്തിൽ സാലറി വാങ്ങിക്കുന്ന ആൾ, അത് വേണ്ടെന്ന് വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് ജനങ്ങളെ മനസ്സിലാക്കി തീർച്ചയായിട്ടും വരും. കോടി രൂപ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ഒരു താരം അത് വേണ്ട എന്ന് തീരുമാനിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ് അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷാപുരുഷൻ ഇറങ്ങി വരേണ്ടുന്ന വളരെ ബ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? വിജയുടെ ആ കാര്യത്തിലുള്ള സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, വിജയിൻ്റെ സാധ്യതകൾ സ്റ്റാലിനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ്. അതായത് തമിഴ്നാട്ടിൽ ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സ് ശക്തമായിട്ട് ആര് ഉയർത്തിപ്പിടിക്കുന്നോ അവർക്ക് മാത്രമേ അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. ആ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ആൾ ഇപ്പോഴും സ്റ്റാലിൻ തന്നെയാണ്. കാരണം സ്റ്റാലിൻ്റെ പശ്ചാത്തലം, അദ്ദേഹം നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ആളാണ്. അറിയാമോ?
കോൺഗ്രസ്സുകാർ പിടിച്ച് ജയിലിട്ട ആളാണ്. ഇന്ന് അദ്ദേഹം കോൺഗ്രസിനെ കൂടെ നിർത്തും. അത് ആ രാഷ്ട്രീയമായ ആവശ്യം അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ എവിടെയും വലിയ സീറ്റ്, കേരളത്തിൽ ആകെ ഒരു സീറ്റ് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജയിച്ചത്. അവിടെ ഈ 2 സീറ്റ് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. കാരണം അവരെ കൂടെ നിർത്തേണ്ടത് തൻ്റെ ആവശ്യമാണ്, രാഷ്ട്രീയമായ ഒരു ആവശ്യമാണെന്ന് സ്റ്റാലിന് ബോധ്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം വിജയനുണ്ടാകാൻ സാധ്യതയില്ല, ഇപ്പം ഇല്ല, ഏതായാലും ഇല്ല. അത് വളരെ രാഷ്ട്രീയത്തിൽ പക്വതയാർജിച്ച ഒരാൾക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ. അതില്ലാതെ അദ്ദേഹത്തിന് സ്റ്റാലിനെ നേരിടാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം സ്റ്റാലിനെയും നേരിടുന്ന BJP, ഇത് രണ്ടും ഇല്ലാതെ ഒരു മൂന്നാമത്തെ ശക്തിയായിട്ട് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. അതാണ് വിജയനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ശരി, വിജയ് ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടികൾ, അതിൻ്റെ പേരിൽ അവസാനമുണ്ടായ ദുരന്തം, അതിനെ കൈകാര്യം ചെയ്ത രീതി, അതിനെ തമിഴ് സമൂഹം എങ്ങനെ വിലയിരുത്തും എന്നതിനെ ആശ്രയിച്ചു കൂടിയിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ വിജയ് എടുക്കുന്ന ഈ സമീപനം നിർഭാഗ്യകരമാണ് എന്നത് എല്ലാവരും ഒരുപക്ഷെ അംഗീകരിക്കുകയും ചെയ്തേക്കും. ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ശ്രീ സുന്ദർദാസ്, ഒപ്പം ശ്രീ ലാൽകുമാർ, ഷാഫി, VR അനൂപ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്